ഹേയ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് പോണത് ഫോർട്ട് കൊച്ചിയിൽ നടക്കുന്ന കൊച്ചിൻ മുസിരിസ് ബിനാലെ കാണാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് ബസ് കയറി ഇറങ്ങിയിട്ടുള്ളത് എറണാകുളം ബോട്ട് ജെട്ടിക്കടുത്തുള്ള KSRTC സ്റ്റാൻഡിലാണ് കേട്ടോ. അവിടെ നിന്ന് നടക്കാനുള്ളൂ എറണാകുളം ബോട്ട് ജെട്ടിയിലേക്ക്. നമ്മൾ നേരെ കയറി കഴിഞ്ഞാൽ രണ്ട് സൈഡിലേക്കും കാണാം. റൈറ്റിലേക്കുള്ളത് വൈപ്പിനിലേക്കും ലെഫ്റ്റ് വരുന്നത് ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരിയിലേക്കാണ് കേട്ടോ. അവിടെ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. നമുക്ക് അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാം. 6 രൂപയാണ് കേട്ടോ ഫോർട്ട് കൊച്ചിയിലേക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഒരു 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പോകാനുള്ള ബോട്ട് വന്ന്. ഞാനൊരു വിൻഡോ സീറ്റൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കയറിയത്. പക്ഷേ ഒരു ലാസ്റ്റിലേക്ക് കയറിയത് കൊണ്ട് എനിക്ക് അറ്റത്തിരിക്കാനായിട്ട് സീറ്റ് കിട്ടിയില്ല കേട്ടോ. അവിടെ ഇരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ നമ്മൾ എത്തിയിട്ടോ. നമ്മളവിടെ നിന്ന് ഇറങ്ങി എക്സിറ്റ് എടുത്തു കഴിഞ്ഞാൽ നേരെ കയറി റോട്ടിലേക്ക് എത്തും. റോട്ടിൽ നിന്ന് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഉണ്ട്. അതിൽ ലെഫ്റ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ മട്ടാഞ്ചേരിയിലേക്കായിരിക്കും നമ്മൾ എത്തുക. റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫോർട്ട് കൊച്ചിയിലേക്കായിരിക്കും എത്തുക. അപ്പോൾ നമുക്ക് ബിനാലെ വരുന്നത് ഒരു 3 വേദികളിലായിട്ടാണ്. ഒന്നിവിടെ ഫോർട്ട് കൊച്ചിയിലും പിന്നെ മറ്റത് മട്ടാഞ്ചേരിയിലാണ്. പിന്നെ നമ്മൾ ഈ കയറുന്ന എൻട്രൻസിൻ്റെ അവിടെ തന്നെയുണ്ട് കേട്ടോ ഒരെണ്ണം. അപ്പോൾ നമ്മൾ നേരെ റൈറ്റിലേക്കാണ് എടുത്തത് ഫോർട്ട് കൊച്ചി പോകാമെന്ന് വിചാരിച്ചിട്ട്. അവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ എത്തേണ്ടത് ഇങ്ങോട്ടേക്കായിരിക്കും. ആക്ച്വലി ഇത് ബിനാലയുടെ വേദിയല്ല, പക്ഷേ ബിനാലെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ അവിടെ ഷോക്കേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അതൊക്കെ കണ്ടതിന് ശേഷം അവിടെ നിന്ന് തിരിച്ച് പോവാൻ കേട്ടോ. മെയിൻ സ്റ്റേജ് ആസ്പിൻ വാളാണ്. അപ്പോൾ അവിടേക്ക് പോവാണ്. ബോട്ട് ഇറങ്ങി ആസ്പിൻ വാളിലേക്ക് നമുക്ക് കുറച്ച് നടക്കാനുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഓട്ടോ എടുക്കാം. ഇതല്ലാന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ സൈക്കിൾ റെൻറ്റിന് എടുക്കുക എന്നുള്ളതാണ്. അതാകുമ്പോൾ നമുക്ക് ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരിയൊക്കെ പോയിട്ട് ഒറ്റയ്ക്ക് തന്നെ കവർ ചെയ്യാം. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വന്നതുകൊണ്ട് തന്നെ നടക്കുകയാണ് ഞാൻ ചെയ്തത്. നമ്മളിതാ പോണ വഴി കുറേ വാൾ പെയിൻറ്റും കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം കേട്ടോ, ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട്. അങ്ങനെ നമ്മളിതാ ഫോർട്ട് കൊച്ചി എത്തി. ഇവിടെ ആസ്പിൻ വാൾ എത്തി. ഇവിടെയാണ് മെയിൻ സ്റ്റേജ് വരുന്നത് ബിനാലെ നടക്കണേൻ്റെ. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. നമുക്ക് അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുത്തതിന് ശേഷം വേണം നമുക്ക് ഉള്ളിലോട്ട് കയറാനായിട്ടോ. അപ്പോൾ ടിക്കറ്റ് ചാർജ് വരുന്നത് 200 റുപ്പീസാണ് അഡൽട്ടിന് വരുന്നത്. പിന്നെ സ്റ്റുഡൻസിന് അതേപോലെ സീനിയർ സിറ്റിസൻസിന് 100 റുപ്പീസാണ് കേട്ടോ വരുന്നത്. പിന്നെ വൺസ് നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്ത് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെയും പുറത്തേക്ക് ഇറങ്ങി ഉള്ളിലേക്ക് കയറാനായിട്ട് പറ്റില്ല കേട്ടോ സെയിം ടിക്കറ്റിൽ. കൊച്ചിൻ മുസിരിസ് ബിനാലെ സ്റ്റാർട്ട് ചെയ്യുന്നത് 2019 കേട്ടോ, എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ. അന്ന് ഞാൻ കൊച്ചിയിലുണ്ടായിരുന്നു, ഞാനവിടെ വർക്ക് ചെയ്യായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് അന്നത്തെ ബിനാലെ എനിക്ക് കാണാൻ പോകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ബട്ട് ഫോർ സം റീസൺ എനിക്ക് അന്നത് പോകാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഇത്രയും വർഷത്തിന് ശേഷം 2025 നടക്കുന്ന ബിനാലെ കാണാൻ എനിക്ക് പോകാൻ പറ്റിയിട്ടോ. ഇത് ഇപ്പോൾ നടക്കുന്നത് ബിനാലയുടെ 6th എഡിഷനാണ്. 25ഓളം രാജ്യങ്ങളിൽ നിന്നായിട്ട് 66ഓളം ആർട്ടിസ്റ്റുകൾ പാർട്ടാവുന്നതാണ് കേട്ടോ കൊച്ചിൻ മുസിരിസ് ബിനാലെ. ലൈവ് ആർട്ട് പെർഫോമൻസസും ആർട്ടിസ്റ്റ് ഇൻട്രാക്ഷൻ സെഷൻസും ഒക്കെ ആയിട്ട് 24 വേദികളിലായിട്ടാണ് കേട്ടോ ബിനാലെ നടക്കുന്നത്. ഡെയിലി ഈവൻറ്റിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. ആൻഡ് ഈ ഒരു ഇവൻറ്റ് നടക്കുന്നത് ഡിസംബർ 12 മുതൽ മാർച്ച് 31 വരെയാണ് കേട്ടോ. പൊതുവേ ഞാൻ ഈ ആർട്ട് എക്സിബിഷൻ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ബിനാലെ കാണാൻ വേണ്ടി പോയത്. പക്ഷേ ഞാൻ അവിടെ എത്തിയപ്പോൾ കണ്ട ആർട്ട് വർക്കും കാര്യങ്ങളും നമുക്ക് ഒരു ഐഡിയ പോലും കിട്ടാത്ത തരത്തിലായിരുന്നു കേട്ടോ അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ചിലതൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ പ്രാഞ്ചിയേട്ടൻ പറഞ്ഞ പോലെ ഇതിനൊക്കെ ഭയങ്കര അർത്ഥമല്ലേ എന്നുള്ളൊരു മട്ടിലായിരുന്നു ഞാനത് കണ്ടത്. കാരണം ചിലത് നമുക്ക് ഒട്ടും മനസ്സിലാവുക പോലും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോന്നിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് അടുത്തായിട്ട് തന്നെ അവർ ഇതുപോലൊരു ബ്രീഫ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, നമുക്കൊരു ഐഡിയ എന്താണെന്നുള്ളതൊന്ന് കിട്ടാനായിട്ട്.
നമ്മൾ ഫസ്റ്റ് പോയത് ഇതാ ഇങ്ങോട്ടേക്കായിരുന്നു. പിന്നെ നമ്മൾ നേരെ ആസ്പിൻ വാള് പോയി. അവിടെ പോയിട്ടാണ് ടിക്കറ്റ് എടുത്തത് കേട്ടോ. അപ്പോൾ ഈ ചേട്ടനാണ് ഫസ്റ്റ് പറഞ്ഞു തന്നെ കേട്ടോ സ്ഥലമൊക്കെ. അങ്ങനെ നമ്മളിതാ രണ്ടാമത്തെ സ്ഥലമായിട്ടുള്ള പെപ്പർ ഹൗസിലേക്ക് വരികയാണ്. ആസ്പിൻ വാളിൽ നിന്ന് നേരെ അവിടുത്തെ കണ്ടതിന് ശേഷം പെപ്പർ ഹൗസ് വരികയാണ് കേട്ടോ. ഡിസ്റ്റൻസ് അധികമില്ല, നടക്കാവുന്ന ദൂരമുള്ളൂ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ഒരുമിച്ച് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് സൈക്കിൾ റെൻറ്റിന് എടുത്തിട്ട് വരാം കേട്ടോ. ഞാൻ നടക്കുകയാണ് ചെയ്തത്. പിന്നെ നടന്നു പോണവരുണ്ടെങ്കിൽ കുട എടുക്കണതായിരിക്കും നല്ലത്. ഓർമ്മശക്തി വളരെ കൂടുതലായതുകൊണ്ട് കുട എടുക്കാൻ ഞാൻ മറന്നുപോയി. നല്ല അടിപൊളി വെയിലാണ്. രണ്ടാമത് നമ്മൾ വന്നത് പെപ്പർ ഹൗസിലേക്കായിരുന്നു കേട്ടോ. ഈ സ്ഥലം ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യേ. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞ് മൂന്നാമത്തെ സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ നടന്ന് മൂന്നാമത്തെ സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. സ്ഥലം അറിയൂല, അന്വേഷിച്ച് വേണം പോകാനായിട്ട്. പിന്നെ വരുന്ന നേരത്തെ പറഞ്ഞ പോലെ മാക്സിമം ഒരു കുട എടുത്തിട്ട് വരാൻ നോക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ എൻ്റെ പോലെ കരിഞ്ഞിരിക്കും. അമ്മാതിരി വെയിലാണ് ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ. ഞാൻ വിചാരിച്ചൊരു ഡിസംബറിലൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചൊരു വെയിലൊക്കെ കുറവുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഡിസംബറിൽ തന്നെ വരാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഉച്ചയ്ക്ക് ഭയങ്കര വെയിലാണ്, ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. അങ്ങനെ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ബിനാലൊക്കെ കണ്ടിറങ്ങി കേട്ടോ. മട്ടാഞ്ചേരിയിലേക്ക് പോകാൻ നിന്നില്ല, കാരണം അവിടെ പോയിട്ട് എത്തുമ്പോഴത്തേനും കുറച്ച് ലേറ്റ് ആവണമുണ്ട്. അവിടെ നിന്ന് തന്നെ നമ്മളിതാ ബോട്ട് എടുത്ത് തിരിച്ച് ബോട്ട് ജെട്ടിയിൽ വന്ന് ഇറങ്ങി കേട്ടോ എറണാകുളം. ഇനി ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വേണം തിരിച്ച് വീട്ടിൽ പോകാൻ. ഓൾറെഡി ഒരു 2-2:30 ആയിട്ടുണ്ട്. അപ്പോൾ കൊച്ചിയിലാണെന്നുണ്ടെങ്കിൽ ഞാനൊരു 4 വർഷത്തിന് ശേഷമൊക്കെയാണ് ഒറ്റയ്ക്ക് വരണത് കേട്ടോ. അപ്പോൾ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ കുറേ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ പുതിയത് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ലേറ്റ് ആയതുകൊണ്ടും പിന്നെ വിശന്നൊരു പരുവായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ടൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.